ഏറ്റെടുക്കണ്ട. തന്നോട് പറഞ്ഞു ഏറ്റെടുക്കാൻ. തന്നോട് ഏറ്റെടുക്കാൻ പറഞ്ഞോ? എടോ, ഞാൻ തന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞു തന്നെ ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ താൻ എന്തിനാ ഇങ്ങനെ നടന്ന് പിടയ്ക്കുന്നത്? അത് ഞാൻ നോക്കിക്കോളാം. തനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ നോക്കാന്ന് പറഞ്ഞല്ലോ. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്. അങ്ങനെ പറ്റത്തില്ല. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും, എന്തായാലും പറ്റും. അതെ, അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. അത് ഞാൻ മാനേജ് ചെയ്തോളാം. അത് ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞല്ലോ. ഞാൻ മാനേജ് ചെയ്തോളാം. അത് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൂടെ ആലോചിക്കട്ടെ. അതെ, മര്യാദക്ക് സംസാരിക്കണം. എന്താന്ന്? അത് കുഴപ്പമില്ല, ഞാൻ അനുഭവിച്ചോളാം. താൻ ഇത്രയും വൃത്തിയായിട്ട് രീതിയിൽ എന്നോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓ, അങ്ങനെയാണ്. അപ്പൊ താൻ തന്റെ കാര്യം മാത്രം നോക്കുന്ന ഒരാളിന് ഞാൻ എന്തിനാ കൺസേൺ ആക്കണം? ഈ വിഷയത്തിനകത്ത് ഒരുമിച്ചല്ലാത്ത തീരുമാനത്തിലല്ല എന്റെ കാര്യമല്ലാതെ പിന്നെ നിന്റെ കാര്യം നോക്കാൻ പറ്റുമോ? ഒരുമിച്ചുള്ള തീരുമാനമാണ് രണ്ടുപേർക്കും കൂടെ നോക്കാം. എടോ, ഇത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്തതല്ല കേട്ടോ. 70% റെസ്പോൺസിബിലിറ്റി തനിക്കാണ്. എടോ, മര്യാദക്ക് സംസാരിക്കേ കേട്ടോ. എനിക്ക് തന്റെ അത്ര തരം താഴാൻ പറ്റത്തില്ല. താൻ മിടുക്കനായിട്ടാണല്ലോ ഇതിപ്പോ വന്നത്. താൻ ഭയങ്കര മിടുക്കനാണ്. താൻ എന്തോ പറയും. എന്ത് ഓപ്ഷനാണ്? ഞാനത് പോയി ചെയ്യണം എന്ന് താൻ പറയുന്നത്. എനിക്കതിപ്പോ ചെയ്യാൻ മനസ്സില്ലെങ്കിൽ എന്താ ചെയ്യാ? ഞാൻ തന്നെ ഇതുവരെ ഒന്നിലും ഇൻവോൾവ് ചെയ്യിക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ തന്നെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? അത് തന്റെ പേര് പറയുന്നല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ അവരോടൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അവരെന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ താനുണ്ടായിരുന്നോ? എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളോട് പോലും ഞാൻ ഇപ്പോഴും പറയാതെ അവരുടെ മുന്നിൽ ഞാൻ തല കുനിച്ചാണ് നിൽക്കുന്നത്. അറിയാവോ? നിങ്ങളുടെ നാടകം നിർത്താൻ. നിങ്ങൾ ഇത്രയും നേരം എന്താ സ്നേഹ നാടകം കളിച്ചോണ്ടിരിക്കുവായിരുന്നോ? താനാണ് സ്നേഹ നാടകം കളിച്ചത്, ഞാനല്ല. താൻ തന്നെയാണ് സ്നേഹ നാടകം കളിച്ച് എന്റെ ലൈഫിലോട്ട് വന്നത്. അതെ, താൻ ആണ് ഫേക്ക് ആയിട്ടുള്ള സ്നേഹം കാണിച്ച് എന്റെ ലൈഫിലോട്ട് വന്നത്. എന്നിട്ട് താൻ പറഞ്ഞു ഞാൻ എന്തോ ട്രാപ്പ് ചെയ്തു. അതെ അതെ, ഒന്നുമില്ല. എനിക്ക് തന്നോട് പറഞ്ഞു ഇങ്ങനെ ആർഗ്യുമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ പ്ലാൻ എന്തായാലും തന്നെ എഫക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ. അത് നമുക്ക് നോക്കാലോ. തന്റെ ആണോ എന്ന് തനിക്ക് ബോധ്യപ്പെടണോ? അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. അനാവശ്യം എങ്കിൽ നമുക്കത് നോക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്കത് തന്റെ ആണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ നമുക്കത് നോക്കാലോ. ഇപ്പൊ തന്നെ നോക്കാമല്ലോ. അല്ല, ഇന്നത്തെ കാലത്ത് സയൻസ് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. തന്നെയാണോ അല്ലയോ എന്ന് ഇപ്പൊ നോക്കാമല്ലോ. പിന്നെ താൻ എന്താ പറയുന്നത്? തന്റെ അല്ലയോന്നോ? താൻ അങ്ങനത്തെ ഒരു വർത്താനം പറഞ്ഞിട്ടല്ലോ. തന്നെ ആണോ അല്ലയോ ഞാൻ തെളിയിച്ചു തരാം. താൻ എന്താ വിചാരിച്ചത്? താൻ ആരാണെന്നാണ് തന്റെ വിചാരം? താൻ ആരാന്നാ തന്റെ വിചാരം? താൻ പറഞ്ഞല്ലോ നിന്റെ ഫ്രണ്ട്സിന്റെ അത്ര കഴിവ്. എന്താ ഫ്രണ്ട്സിന് എന്റെ അത്ര കഴിവുണ്ടോ? അവർക്ക് കഴിവില്ലായിരിക്കും. അവർക്ക് മനസാക്ഷിയും സ്നേഹവും ഉണ്ട് കേട്ടോ. താൻ ഈ കാണിക്കുന്നതാണോ സ്നേഹം? അല്ല, താൻ കാണിക്കുന്നതാണോ സ്നേഹം? തന്ത ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. താൻ ഏക്കണോന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. അത് താൻ അറിയണ്ട. അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. തന്ത ഉണ്ടോ ഇല്ലയോ? തന്ത ഇല്ലാതൊരു കൊച്ചു ഭൂമിയിലോട്ട് പൊട്ടി വീഴുവോ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം. മറ്റുള്ള ആളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. അതന്നെ ചൂണ്ടിക്കാണിക്കും. പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്. അയ്യോ, അതിനെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? താൻ എന്തിനാ ഇങ്ങനെ നടന്ന് പിടയ്ക്കുന്നത്? താൻ എന്തിനാണ് ഇങ്ങനെ നടന്ന് പിടയ്ക്കുന്നത്? ഓക്കെ, അങ്ങനെ വിചാരിച്ചാ മതി. താൻ അങ്ങനെ വിചാരിച്ചാ മതി കേട്ടോ. താൻ
താൻ കൈകാര്യം ചെയ്യേ, തന്നെ ഒരു തരത്തിലും ബാധിക്കില്ല, തന്നോട് ഒരിക്കലും ഒരു ഡിപ്പെൻഡൻസിക്കും വരത്തില്ല എന്ന് പറയുമ്പോ പിന്നെന്തിനാ താൻ ഇങ്ങനെ നടന്ന് പഠിക്കുന്നത്? ഇനി പിന്നെ എങ്ങനെ നീ എങ്ങനെ പ്ലാൻ ചെയ്യുന്നത്? ഞാനൊന്ന് ആലോചിക്കട്ടെ. എങ്ങനെ ആലോചിച്ചിട്ട് നടക്കത്തില്ലെന്ന് കണ്ടാൽ എന്തായാലും തന്നെ ബുദ്ധിമുട്ടിക്കാൻ വരത്തില്ല. ആലോചിച്ചിട്ട് നടക്കത്തില്ലെന്ന് കണ്ടാൽ നീ എന്താ ചെയ്യാൻ പോകുന്നത്? തന്നെ ഈ നാട്ടിൽ എല്ലാ കാര്യവും നിനക്ക് മാനേജബിൾ അല്ലല്ലോ. അല്ല, ഉറപ്പായിട്ടും അല്ല. ഞാൻ എന്താ ഇവിടെ, ഞാൻ നിങ്ങളെ പോലെ അല്ലല്ലോ, തന്നെ പോലത്തെ കഴിവുള്ള ആളൊന്നും അല്ലല്ലോ. അപ്പൊ നിന്നെ കൊണ്ടെല്ലാം മാനേജബിൾ ആണോ? അല്ല, ഞാൻ നോക്കട്ടെ, മാനേജ് ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിന്റെ പീരീഡ് കഴിച്ചിട്ട് നീ ആലോചിക്കുന്നെങ്കിൽ നീ എന്താ അതിനെപ്പറ്റി ആലോചിക്കാൻ? അല്ല, എന്നെ കുറിച്ച് ചിന്തിക്കാത്ത ഒരാളെ കുറിച്ച് ഞാൻ എന്തിനാണ് ബോധിപ്പിക്കാൻ വരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നിന്നെ പറ്റി ചിന്തിക്കുന്നോണ്ടല്ല എന്നെ പറ്റി ചിന്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അതിനകത്ത് വളരെ പ്ലെയിൻ ആയിട്ടല്ലേ പറഞ്ഞത്. അപ്പൊ താൻ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരാളെ ഞാൻ എന്തിനാ ഇതൊക്കെ ബോധിപ്പിക്കുന്നത്? അല്ല, നീയല്ലേ പറഞ്ഞ എന്നെ ബാധിക്കത്തില്ല. അപ്പൊ എന്നെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് പറയുന്നത്. തനിക്കൊരു സ്നേഹവും ഇല്ലെങ്കിൽ തന്നെ ഞാൻ ബോധിപ്പിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? അല്ല, ഇത് എന്നെ ബാധിക്കാതിരുന്നാൽ മതി, എനിക്ക് വേറെ പ്രശ്നം. നീ എന്തോ ശരി, തന്നെ ബാധിക്കത്തില്ല. അതെങ്ങനെ നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത്? ഞാൻ ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞു, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഈ വൃത്തികെട്ട? അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ട്. അവരെന്റെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെയാണ്. അയ്യോ, തന്നെ പോലെ അല്ല അവര്, പക്ഷെ കുറച്ച് മനുഷ്യത്വം ഉള്ളവരാ. ഇല്ല, അവരെന്താ അവരുടെ ഒപ്പീനിയൻ പറയട്ടെ. അവർ ഇത്രയും ദിവസം എന്റെ കൂടെ നിന്നില്ലേ? അവരോട് ഞാൻ പറയും. പക്ഷെ അവർ ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യം, ഇതിന്റെ പിന്നിൽ ആരാണെന്ന് പറയണം എന്നുള്ളത് മാത്രമാണ്. തന്നെ ബാധിക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? നീ ഇത് രണ്ടും കൂടെ പറയാതെ എന്നെ അവർക്ക് പേര് പറയണമെന്ന് പറയുന്നു, പിന്നെ എന്നെ ബാധിക്കത്തില്ലെന്ന് പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനപ്പോ അവരോട് പേര് പറയാം. എന്നിട്ട് അന്നേരം എന്നെ ബാധിക്കത്തില്ലേ? തന്നെ ബാധിക്കത്തില്ല. അവരെന്താ, താനെന്താ വിചാരിക്കുന്നത്? അവര് തന്റെ പിന്നാലെ അങ്ങ് വരുമെന്നോ? പിന്നെ അവർക്ക് അതല്ലേ പരിപാടി. താൻ എന്തിനാ എന്റെ ലൈഫ് സ്പോയിൽ ചെയ്തത്? ഇപ്പൊ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്നെ അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്താ അർത്ഥത്തിലാണ്? ആ കോൺസിക്വൻസ് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാന്ന് പറഞ്ഞല്ലോ. അത് താൻ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നോണ്ടാണ്, അല്ലാതെ എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല. അല്ല, ഒരിക്കലുമല്ല. തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിലോ എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു. അവരെത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയോ? പറയ്. ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ ഞാൻ. അത് ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് താൻ ലൈഫ് ലോങ് സമാധാനമില്ലാതെ ജീവിക്കണ്ടോ? തന്നോട് ജീവിക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞോ? എന്റെ കാര്യം നോക്കണ്ട പോരെ? തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തേലുമൊക്കെ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു വസ്തു ഒന്നും അല്ല ഞാൻ, കേട്ടോ. താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ്. ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല, മോശമായിട്ട് ഒരു വാക്കും ഞാൻ തന്നെ വിളിച്ചിട്ടില്ല. 10 വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട്, പക്ഷെ ഞാനത് വിളിക്കുന്നില്ല. എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു പോട്ടെ, താനെ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട. ഒരു പെണ്ണാണല്ലോ. ഇതാണോ തന്റെ ആദർശം? വലിയ ആദർശമാണോ ഇതൊക്കെയാണോ ആദർശം? ലൈഫിൽ കൊണ്ടുപോടോ ആദർശം, കേട്ടോ. ലൈഫിൽ കൊണ്ടുവരും. എനിക്കൊരു ആദർശവും ഇല്ല. എനിക്കൊരു ആദർശവും ഇല്ല. നീ താൻ കാണിച്ചെന്താ? നമ്മള് കൂട്ടുപങ്കാളികളാണല്ലോ ആദർശമുള്ള കാര്യം കാണിച്ചപ്പോ. ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല. താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല. ഞാനത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് താനിങ്ങനെ എന്താ പഠിക്കണം? സമാധാനം തനിക്ക് മാത്രം മതി അല്ലേ? ഞങ്ങൾക്കൊന്നും വേണ്ട സമാധാനം. ഞാൻ താൻ എന്റെ ഫ്രണ്ട്സിനെ എപ്പോഴും പറയുന്നുണ്ടല്ലോ, താനും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാവോ? അവരെന്നും ഇവിടെ വന്ന് ടെൻഷൻ അടിച്ച് എന്റെ കാര്യം ഓർത്ത് അവർ ടെൻഷൻ അടിക്കുന്നത്, സ്വന്തം കാര്യം ഓർത്തിട്ടല്ല, കേട്ടോ. താൻ എന്റെ കാര്യം ഓർക്കുന്നുണ്ടോ? പിന്നെ എന്തിനാ ഞാൻ തന്റെ കാര്യം ഓർക്കുന്നത്?
ഞാൻ എനിക്ക് ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു വലിയൊരു ഭാഗമാണ്. എനിക്ക് അതിനെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റത്തേ ഇല്ല. സത്യമായിട്ട് അങ്ങനെ പോവാണെങ്കിൽ ഉറപ്പായി ഞാൻ സൂയിസൈഡ് ചെയ്യും. ഞാൻ വെറുതെ നിന്നോട് പറയുന്നതാണെന്ന് വിചാരിക്കണം. ഉറപ്പായി ഞാനും സൂയിസൈഡ് ചെയ്യും. ഞാൻ സൂയിസൈഡ് ചെയ്യും. എനിക്ക് അങ്ങനെ ജന്മത്തിലെ സമാധാനം ഇല്ലാതെ എനിക്ക് ജീവിക്കണ്ട. ഓക്കെ, അങ്ങനെ നിങ്ങൾ മരിക്കും, ഞാനും മരിക്കാം. തന്റെ ലൈഫ് ഇവിടെ സ്പോയിൽ ചെയ്യാൻ ആരും വരുന്നില്ലടോ, ആരും വരുന്നില്ല. തന്റെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. തന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എന്താണ്? ഞാൻ വീട്ടിൽ പറയുന്നില്ല. അത് ഞാൻ മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞല്ലോ. തനിക്കിപ്പോ എന്താണ്? എടോ, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ ഇവിടുന്ന് മാറാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ മുമ്പ് ഒരു ഓഫർ വന്നതാ, പക്ഷെ അത് ഞാൻ ഫോളോ അപ്പ് ചെയ്തില്ലായിരുന്നു. ഞാൻ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അത് നടക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നടക്കുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടല്ലോ. നടക്കുമല്ലോ. എങ്കിൽ ഞാൻ ഡൽഹിയിലോട്ട് ട്രാൻസ്ഫർ മേടിക്കും. എന്തായാലും എന്റെ അച്ഛനും അമ്മ ഇത്രയും ദൂരം വന്ന് എന്നെ കാണാനൊന്നും പോകുന്നില്ല. ഒരു 6 months അവിടെ നിൽക്കും. അതിനുശേഷം എന്താ വെച്ചാൽ തീരുമാനിക്കും. അതുണ്ടായതിനു ശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ കൊണ്ടുവരത്തില്ല. അതിന് സേഫ് ആക്കും. ഇവിടെ കൊണ്ടുവന്ന് താൻ കൊന്നു കളയെന്ന് എനിക്കറിയാം. സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്നല്ല, സിനിമയായിരുന്നല്ലോ. ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു. ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത്, അതൊന്നും തനിക്കറിയണ്ട. തനിക്ക് തന്റെ ഫ്യൂച്ചർ, തന്റെ ജീവിതം, തന്റെ കാര്യം, എല്ലാം തന്റെ കാര്യം. അത് മാത്രം. ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ടും വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. അത് എന്റെ സ്നേഹമാണ്, തന്റെ പോലത്തെ സ്നേഹമല്ല. അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് നല്ല അന്തസ്സായിട്ട് അതിനെ വളർത്താൻ പറ്റും. തന്റെ ഒരു സഹായം അതിന് ആവശ്യമില്ല. ഞാൻ ഭ്രാന്ത് ഉണ്ടാക്കി തന്നിട്ട് ഇനിയിപ്പോ ഞാൻ എന്ത് ഭ്രാന്ത് കാണിക്കുന്നു? തന്നോട് എന്താണോ ചെയ്തത്? താനല്ലേ എന്നോട് ചെയ്യുന്നത്? താനല്ലേ എന്നോട് ചെയ്തത്? അല്ലേ? താൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് എന്താ ചെയ്തതെന്ന്. ഇത്രയും ഈ സ്നേഹമൊക്കെ അഭിനയിച്ച് എന്റെ ലൈഫിലോട്ട് വന്നിട്ട് എന്നെയും ഇമോഷണലി താനുമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആക്കി മാറ്റിയിട്ട് പിന്നെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരുടെ പേര് താൻ പറയുമ്പോ തനിക്ക് എപ്പോഴും ഭയങ്കര ദേഷ്യമാണല്ലോ. ആ 2 പെൺകുട്ടികളോട് പോലും ഞാൻ ഈ പേര് പറയാത്തതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം എന്റെ ലൈഫിൽ ഉണ്ടായെന്ന് ഞാൻ പറയാത്തതോ അത് എന്റെ ഒരു മര്യാദ കൊണ്ടാണ്. മനസ്സിലായോ? എന്റെ മര്യാദയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ. തന്നോടല്ല, ഞാൻ അവരോടാ മര്യാദക്കേട് കാണിക്കണം. കാരണം ആ മാർച്ച് 17 താൻ എന്റെ മനസ്സ് തകർത്തിട്ട് പോയി. എനിക്ക് ആ ദിവസം ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ലോങ് ലീവ് എടുത്തു. എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ലോങ് ലീവ് എടുത്തു. അവരുടെ കൂടെ വന്ന് നിന്നു. ബെഡിന്ന് എഴുന്നേക്കാതെ കിടന്ന എന്നോട് ഒന്ന് ലൈഫിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവരാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത്. അവരോട് ഞാൻ ഇപ്പോഴും മറച്ചു വെക്കുകയാണ് എന്താണ് എന്റെ ലൈഫ് സംഭവിച്ചതെന്ന്. ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി എന്റെ ലൈഫിൽ എന്താ സംഭവിച്ചത്. പക്ഷെ അത് ആരാണ് എന്നറിയേണ്ട അവകാശം അവർക്കുണ്ട് എന്നാണ് അവര് പറയുന്നത്. പക്ഷെ ഞാൻ അവരോട് ഇത്രയും ദിവസമായിട്ട് റിവീൽ ചെയ്തോ? ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും. ഞാൻ എന്ത് ചെയ്തെന്നാണോ പറയുന്നത്? ഞാനിപ്പോ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ്. അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തന്റെ ലൈഫ് തകരത്തില്ല. തന്റെ ലൈഫ് തകരത്തില്ല. എടോ, ഞാൻ ഒരു പണിയും ചെയ്യില്ല. തനിക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞല്ലോ. എനിക്ക് തന്നെ ഒന്ന് കാണണം. എന്തിനാ? എനിക്ക് തലയൊക്കെ പൊട്ടിപ്പൊളിയാ. സീരിയസ്ലി എനിക്ക് പറ്റുന്നില്ല. എന്നെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം.
എനിക്ക് നല്ലപോലെ അറിയാം. എന്നിട്ട് എന്തെങ്കിലും കലക്കി തന്ന് കൊല്ലാനാണോ? എടോ, എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്നാ താൻ വിചാരിക്കുന്നത്? എനിക്ക് എത്ര കൊന്നേരെ. സെക്കൻഡ് വേണമെന്നാ താൻ വിചാരിക്കുന്നത്? എന്നാ കൊന്നേരെ, അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യല്ലേ? തനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സമയം വേണമെന്നാ താൻ വിചാരിക്കുന്നത്? എന്നിട്ട് താനങ്ങ് മിടുക്കനായിട്ട് അങ്ങ് പോവോ കൊന്നിട്ട്? താൻ എന്താ ചെയ്യ്, തനിക്ക് കൊല്ലാനാണ് തോന്നുന്നെങ്കിൽ താൻ കൊല്ല.